Earnmarks, your perfect learning partner. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ചാപ്റ്ററിലേക്ക്. ഇപ്പൊ നമ്മൾ ആ പ്ലാനിങ്ങിന്റെ ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിന്റെ ആ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോണത് വേറൊരു ഏരിയയിലേക്കാണ്. നമ്മുടെ യൂണിറ്റ് 10ന്റെ പേര് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. ഇനി ഒരു സ്ഥാപനത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. ഈ സാമ്പത്തിക കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ആ സ്ഥാപനത്തിൽ ഡീൽ ചെയ്യണത്, എങ്ങനെയൊക്കെയാണ് അതിനെ മാനേജ് ചെയ്യണത്, ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. യൂണിറ്റ് നമ്പർ 10 ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആദ്യം ബേസ് പറയണമല്ലോ. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറയും. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെന്റ് എന്ന് നോക്കാം. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെന്റ്? സാമ്പത്തികമായും വിവേകപൂർണമായും ഫണ്ട് ശേഖരിക്കുക, ഒരു നിശ്ചിത അപകട സാധ്യത അല്ലെങ്കിൽ റിസ്ക്, അല്ലെ, നിശ്ചിത അപകട സാധ്യത അല്ലെങ്കിൽ റിസ്ക് സാധ്യതയുള്ള സാഹചര്യത്തില് ഈ ഫണ്ടുകള് ഏറ്റവും ലാഭകരമായ രീതിയിൽ വിന്യസിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക, ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, നിലവിലുള്ളതും ഭാവിയിലുമുള്ള പ്രകടനത്തെ നിയന്ത്രിക്കുക, സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നിവയാണ് ധനകാര്യ മാനേജ്മെന്റ് പ്രധാനമായും ചെയ്യണത്. എന്തൊക്കെ കാര്യങ്ങളാണ്? സാമ്പത്തികമായും വിവേകപൂർണമായും ഫണ്ട് ശേഖരിക്കുക, അല്ലെ. ഒരു സ്ഥാപനത്തില് അതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകള് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട്, ലോണുകൾ എടുത്തിട്ട്, അങ്ങനെയൊക്കെ പല സോഴ്സിൽ നിന്നും ഫണ്ട് ശേഖരിക്കില്ലേ. അപ്പൊ അത് എങ്ങനെ വേണം? വിവേകപൂർണമായി, നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഫണ്ട് കിട്ടണം. അങ്ങനെ വിവേകപൂർണമായും സാമ്പത്തികമായും ഫണ്ട് ശേഖരിക്കുക. ഇനി ആ ശേഖരിച്ച ഫണ്ട് എന്താ ചെയ്യുക? ഒരു നിശ്ചിത അപകട സാധ്യതയുള്ള സാഹചര്യത്തിൽ ഈ ഫണ്ടുകള് ഏറ്റവും ലാഭകരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? വിന്യസിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക. അതായത് സ്ഥാപനത്തിൽ റിസ്ക് ഒക്കെ ഉണ്ടാവില്ലേ, റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റീസ് ഒക്കെ ഉണ്ടാവും, അനിശ്ചിതത്വങ്ങള്, അപകട സാധ്യതകളൊക്കെ ഉണ്ടാവും, അപ്പൊ ലോസ് ഒക്കെ, നഷ്ടസാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തില് എന്ത് ചെയ്യണം? ഈ നമ്മൾ കളക്ട് ചെയ്ത് ശേഖരിച്ചു വെച്ചിട്ടുള്ള ഈ ഫണ്ടിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം, അല്ലെ. ഇനി ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം, അല്ലെ. ഭാവിയിലേക്കുള്ള ഫണ്ട് കണ്ടെത്തണം, ആ ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണം, ഭാവിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പറ്റി ആസൂത്രണം ചെയ്യണം. പിന്നെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ പ്രകടനങ്ങളെ, സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം. ഇവയൊക്കെയാണ് ധനകാര്യ മാനേജ്മെന്റ് എന്ന പദം കൊണ്ട് അല്ലെങ്കിൽ എന്ന പ്രവർത്തനം കൊണ്ട് ഒരു സ്ഥാപനത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത ഒരു സ്ഥാപനത്തിന് ഇല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. സോ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് സാമ്പത്തിക അല്ലെങ്കിൽ ധനകാര്യ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, മറ്റൊരു തരത്തിൽ പറഞ്ഞാല് നമ്മളെടുത്ത സാമ്പത്തിക മാനേജ്മെന്റ് എന്താന്ന് ചോദിച്ചാല്, സാമ്പത്തിക മാനേജ്മെന്റ് അടിസ്ഥാനപരമായി പ്രധാനമായും 3 തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ധനകാര്യ മാനേജ്മെന്റ് അല്ലെങ്കിൽ സാമ്പത്തിക മാനേജ്മെന്റ് 3 പ്രധാന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഏതൊക്കെയാ? നിക്ഷേപ തീരുമാനം, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് ഒന്നാമത്തേത്. മറ്റൊന്ന് ധനസഹായ തീരുമാനം, എന്താ? ഫിനാൻഷ്യൽ, അല്ലെ, എന്ത്? ഫിനാൻഷ്യൽ ഹെൽപ്പ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഹെൽപ്പുമായിട്ട്, മറ്റ് സാമ്പത്തിക സഹായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനം. അതുപോലെ ലാഭവിഹിത തീരുമാനം, അല്ലെ, എന്താ? ലാഭവിഹിത തീരുമാനം. ഇങ്ങനെ 3 തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ധനകാര്യ മാനേജ്മെന്റ് അല്ലെങ്കിൽ സാമ്പത്തിക മാനേജ്മെന്റ്. ഏതൊക്കെയാണ്
3 തീരുമാനങ്ങൾ. ഒന്ന് നിക്ഷേപ തീരുമാനം അഥവാ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, പിന്നെയോ ധനസഹായ തീരുമാനം, ലാഭവിഹിത തീരുമാനം എന്നീ 3 തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത്? ധനകാര്യ മാനേജ്മെന്റ്. Earn Marks, your perfect learning partner.